യൂട്യൂബ് കാണാത്ത ഒരു ദിവസം പോലും ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അല്ലേ? ഇന്ത്യയിൽ ജിയോ സിമ്മിൻ്റെ വരവിന് ശേഷം ഭയങ്കരമായി ബൂസ്റ്റ് ചെയ്ത ഒരു ഏരിയയാണ് സോഷ്യൽ മീഡിയ. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ്. ഇന്ന് നമ്മൾ കേരളത്തിൽ യൂട്യൂബ് മാത്രം വഴി ഫേമസ് ആയി വന്ന കുറച്ച് ആൾക്കാർ ആരൊക്കെയാണെന്നോ, ഇത് ജസ്റ്റ് അവരുടെ കൗണ്ട്, അതായത് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് മാത്രം വെച്ചല്ല നമ്മൾ ഡെയിലി കാണുന്ന ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയ മുഖങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന കേരളത്തിലെ യൂട്യൂബേഴ്സ് ആരൊക്കെയാണ്. ഇത് ഞാൻ എൻ്റെ യൂട്യൂബ് വെച്ചിട്ടാണ് നോക്കുന്നത്, ഞാൻ കാണുന്ന ആൾക്കാർ. മേ ബി അത് ചിലപ്പം നിങ്ങളുടെ യൂട്യൂബ് ലിസ്റ്റിൽ ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരെ തീർച്ചയായും, അതായത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യും. അർജു, യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസാണ് അർജുവിൻ്റെ. ഒരു ഓവർനൈറ്റ് സെൻസേഷനായിട്ട് കയറി വന്ന ഒരാളാണ് അർജുൻ. ടിക്ടോക്കിൽ ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് മടുത്തിരുന്ന നമുക്കൊരു ഭയങ്കര റിലീഫായിരുന്നു അർജുവിൻ്റെ പോസ്റ്റിംഗ് വീഡിയോസ്. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ വരെ സബ്സ്ക്രൈബേഴ്സ് കയറിയ ഒരു ചാനലായി മാറി അർജുവിൻ്റെ. എന്നാൽ ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഈ ചാനലിൽ. അടുത്തത് M4 ടെക്. മലയാളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് M4 ടെക്. വെറൈറ്റി ആയിട്ടുള്ള ഐഡിയാസും പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴും നമ്മളെ പിടിച്ചിരുത്തുകയാണ് M4 ടെക്കും ജിജോ മച്ചാനും. മലയാളി ഫുഡ് ചാനൽ അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലിട്ട് വരുന്ന 2 ചാനലുകളാണ് ഷമ്മീസ് കിച്ചനും അടുത്തത് വില്ലേജ് ഫുഡ് ചാനൽ. ഷമ്മീസ് കിച്ചണിലാണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഓരോ ഐറ്റംസ് നമുക്ക് പറഞ്ഞു തരും. ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഓരോ സംഭവങ്ങളും പരീക്ഷണങ്ങളും നടത്താറ്. പിന്നെ ഫിറോസ് ഖാൻ്റെ വില്ലേജ് ഫുഡ് ചാനൽ, അത് പിന്നെ പറയണ്ടല്ലോ, വെറൈറ്റി ചാനൽ. ഫിറോസ് ഖാൻ പിള്ളേരും കൂടെ എന്തിനെങ്കിലുമൊക്കെ പിടിച്ച് ഒരു ചെമ്പ് സാധനം ഉണ്ടാകും. ആ ഒരു പ്രിപ്പറേഷൻ രീതിയും ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയും ആ ഒരു സ്ഥലമൊക്കെ കൊണ്ടാകാം ഈ ഒരു ചാനൽ ഭയങ്കരമായിട്ട് റീച്ചായത്. ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് യൂട്യൂബിൽ തരംഗമായി വന്നൊരു ചാനലായിരുന്നു ഫിഷിംഗ് ഫ്രീ. ആ ടൈമിൽ എല്ലാവരും ചൂണ്ടയും മേടിച്ചിട്ട് നേരെ മീൻ പിടിക്കാൻ പോക്കായിരുന്നു. ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ഇടയിലെ ഒരു ഫേമസ് ചാനലാണ് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയുടെ ഈ ചാനൽ. പേർലിമാണിയുടെ ഡെയിലി വ്ളോഗ് ചാനലായ ഈ ചാനലും മലയാളികളുടെ ഇടയിലെ ഒരു ഫേമസ് ചാനൽ തന്നെയാണ്. പേർലിയുടെ ആ ഒരു പ്രസൻറ്റേഷനും പിന്നെ ആ ഒരു വീഡിയോ ക്വാളിറ്റിയും എഡിറ്റിങ്ങും എല്ലാം കൊണ്ട് തന്നെയാകാം ഈ ഒരു ചാനലിന് ഇത്രത്തോളം ആളുകളുടെ മനസ്സ് കീഴടക്കാൻ പറ്റിയത്. യാത്രകൾ ചെയ്യുന്നവർക്ക് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാനലാണ് സുജിത് ഭക്തൻ്റെ ടെക് ട്രാവൽ ഈ ചാനൽ. ഓരോ സ്ഥലങ്ങളുടെയും കാര്യങ്ങൾ നല്ല ക്ലിയറായി പറഞ്ഞു തരുന്നതുകൊണ്ടാകാം ഈ ഒരു ചാനലിന് അന്നും ഇന്നും സ്ഥിരം ഒരു പ്രേക്ഷകരുണ്ട്. അത് നമുക്ക് അവരുടെ വീഡിയോസിൻ്റെ നമ്പർ ഓഫ് വ്യൂസ് കണ്ടാൽ അറിയാം. അടുത്തത് കാർത്തിക് സൂര്യ. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് കാർത്തിക് സൂര്യ. തൻ്റെ ലൈഫിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും എടുത്ത് വ്ളോഗാക്കലാണ് പുള്ളീൻ്റെ പണി. പുള്ളീൻ്റെ ആ ഒരു കൂട്ടുകാരും ആ ഒരു ഗ്യാങ്ങും പിന്നെ ആ വ്ളോഗ് എടുക്കുന്ന സ്റ്റൈലും അതെല്ലാം കൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഫീല് നമുക്ക് കാർത്തിക് സൂര്യൻ്റെ വ്ളോഗ് കാണുമ്പോൾ കിട്ടും. അടുത്തത് കരിക്ക്. തേരാപ്പാരയിൽ തുടങ്ങി ഇപ്പം ഓരോ സിനിമകൾ പോലെയാണ് അവർ എപ്പിസോഡുകൾ ഉണ്ടാക്കി വിടുന്നത്. അത്രയ്ക്ക് ക്വാളിറ്റി കണ്ടൻസാണ് ഇപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. കോമഡി അല്പം കുറഞ്ഞെങ്കിലും അതിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഒന്നിനൊന്നായി മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജോർജിൻ്റെയൊക്കെ ആ ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല. അടുത്തത് അശ്വന്ത് കോക്ക്. ഇപ്പോൾ കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ടാണല്ലോ എല്ലാവരും സിനിമയ്ക്ക് പോവാറ്. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് എല്ലാവരും പറയാറ്. എന്തായാലും പുള്ളിയുടെ റിവ്യൂ കൊണ്ടാണോ എന്തോ, അതോ മലയാള ഫിലിം മേക്കേഴ്സ് അടിപൊളിയായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയോണ്ടാണോ എന്തോ, ഇപ്പോൾ നല്ല സൂപ്പർ ഫിലിംസാണ് വരുന്നത്. അടുത്തത് ഷസാം, പുച്ഛത്തിൻ്റെ ഉസ്താദ്. പുള്ളീൻ്റെ ആ ഒരു ടോണിലുള്ള ഒരു പ്രസൻറ്റേഷൻ കൊണ്ടാണ് എല്ലാവർക്കും പുള്ളീനെ ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ അടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ടിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, എന്തോന്നട ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയരുത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഒരു പ്രസൻറ്റേഷനാണ് ഷസാം ബ്രോയിൻ്റെ. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ആൾക്കാരല്ലാതെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആരൊക്കെയാണ്? തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യും. എനിക്കറിയാം ഇനിയും ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ പേര് യൂട്യൂബ് ചെയ്യുന്നവരുണ്ട്. ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല, മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം.